നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ AEO നാക്കോല റോഡ് BMBC പ്രവൃത്തി ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കും. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. AEO നാക്കോല റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ മാറ്റുന്നതിലും KCBയുടെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLA ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. അടുത്ത ദിവസം തന്നെ റോഡ് റോളർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനും ഈ മാസം 30-നകം ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. KCBയുടെ ഡെപ്പോസിറ്റ് തുക ഉപയോഗിച്ച് റിസ്റ്റോറേഷൻ നടപടികൾ പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഏപ്രിൽ 30-നകം റോഡ് BMBC പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പൊതുമരാമത്ത് വകുപ്പ് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രേഖ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TS മിനി, KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി, പുന്നിയൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി KCB എന്നിവയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സമാധാനത്തിന്റെ കൈമുദ്ര പതിപ്പിക്കൽ പരിപാടി നടത്തി. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ MS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോൺഗ്രസ് കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, കാട്ടകമ്പാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നദീർ പെരുന്തുരുത്തി, ബാസിൽ പെരുന്തുരുത്തി, റിയാസ് മാമ്പുള്ളി, ആർഷിക് കോട്ടോൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച നടക്കുന്ന കിക്ക് ഓഫ് മത്സരത്തിൽ കുട്ടികളിൽ കായിക താൽപര്യം വളർത്തുന്നതിന് തുടക്കം കുറിക്കുമെന്നും അതുവഴി വരും തലമുറയെ ലഹരിയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കാനാകുമെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 15-ൽ ഉൾപ്പെടുന്ന പുതിയ മാത്തൂർ പാടശേഖരത്തിലേക്കുള്ള നീർച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. LDF പഞ്ചായത്ത് സമിതി ഇതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പുതിയ മാത്തൂർ പാടശേഖര കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലത്തെ നീർച്ചാൽ സ്വകാര്യ വ്യക്തിയുടെ നിലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. മഴക്കാലത്ത് പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകിയിരുന്ന കൽക്കഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നീർച്ചാൽ സ്വകാര്യ വ്യക്തി വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീർച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും മൗനാനുമതിയോടെയാണ് നികത്തുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ആരോപിച്ചു. ഇത്തരത്തില് ഒരുപാട് നിലങ്ങള് നികത്തി അത് സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവിടുത്തെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അറിയിക്കുകയാണ്. കോൺഗ്രസിന്റെ പരാതി പ്രകാരം വില്ലേജ് കൃഷി ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചു. നികത്തലിനെതിരെ നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങളും അഴിമതികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനേങ്ങാട് അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ ഇത്തരത്തിലുള്ളൊരു ഈ മണ്ണിട്ട് നികത്തണ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായിട്ടുള്ള ഈ ഒരു വാർഡിൽ നടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെതിരായിട്ട് കണ്ണടച്ച ഒരു സമീപനമാണ് കാണുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. BFAC ചെയർമാൻ M ബാലാജി സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, CDS മെമ്പർമാർ, പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. രക്ഷാധികാരികളായി AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, BFAC ചെയർമാൻ M ബാലാജി, കൃഷി ഓഫീസർ എന്നിവരെയും ചെയർമാൻ PI രാജേന്ദ്രൻ, വൈസ് ചെയർമാൻ KB ജയൻ, സഹദേവൻ, കൺവീനർ MK മോഹനൻ, ജോയിന്റ് കൺവീനർ മുഹമ്മദ് മാനങ്കണ്ടത്ത്, സജിത്ത് എന്നിവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കും കുടുംബശ്രീയും ചേർന്നുകൊണ്ട് വാർഡ് തല അഗ്രോ ക്ലിനിക്കിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ബിൽ LKC ബ്ലോക്ക് പ്രസിഡന്റ് ബാലാജി മുഖ്യാതിഥിയായിരുന്നു. കൃഷി ഓഫീസർ ഷെഫീന ഷെറിൻ പദ്ധതി വിശദീകരിച്ചു. കൃഷി അസിസ്റ്റന്റ് റോണി ചീരൻ സ്വാഗതം പറഞ്ഞു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മോഹനൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ജയൻ, ബിന്ദു ധർമ്മൻ, ഫസലുദ്ദീൻ, സൗദ, ഉഷ, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖര സമിതി അംഗങ്ങൾ തങ്ങളുടെ ആശയം പങ്കുവച്ചു. കർഷകശ്രീ ജേതാവ് മുഹമ്മദ് മാനംകണ്ടത്ത് സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ നന്ദി പറഞ്ഞു. കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ അറ്റകുറ്റപ്പണി വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പാതിയിൽ നിർത്തിയ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. തോടുകളുടെ ആഴം കൂട്ടുകയും ബണ്ടുവരമ്പ് ബലപ്പെടുത്തുകയും ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും പണികൾ പൂർത്തിയായിരുന്നില്ല. പഞ്ചായത്തിലെ മുഴുവൻ തോടുകളും ഇത്തരത്തിൽ നവീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തോടുകളുടെ ശോച്യാവസ്ഥ മൂലം കടവല്ലൂരിൽ നെൽകൃഷി നാശത്തിന്റെ വക്കിലാണ്. കാലങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ തോടുകൾ മണ്ണ് നിറഞ്ഞു ഒഴുക്കുനിലച്ച നിലയിലാണ്. വരൾച്ചാ ഭീതി നിമിത്തം പല പാടശേഖരങ്ങളും കൃഷി നേരത്തെയാക്കി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ കൊയ്ത്തു തീർന്നു പാടശേഖരങ്ങൾ ഉണങ്ങി വരളുന്നത് ജനവാസ മേഖലയിലെ കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം വേഗത്തിൽ വറ്റാൻ ഇടയാക്കി. തോടുകളുടെ ജലസംഭരണ ശേഷി കൂട്ടുന്നത് കൃഷിക്ക് മാത്രമല്ല, ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. അൻസാർ ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്ന് വയനാട് ദുരന്തബാധിത മേഖലയിലെ പുനരധിവാസ പദ്ധതിയിലേക്കുള്ള 2ാം ഘട്ട ധനസഹായം കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ MS സൗമിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS സ്റ്റുഡന്റ് കോർഡിനേറ്റർമാർ തുക കൈമാറി. പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രോജക്ട് ഡയറക്ടർ ഇസ്മായിൽ T മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷംസു ഫിർസാദ്, യൂണിയൻ ചെയർപേഴ്സൺ ഹിബ P തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിയുടെ ഭാഗമായി മാർ ബസേലിയോസ് സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച സ്നേഹ തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസൻ, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു എന്നിവർ സ്നേഹ തണ്ണീർക്കുടം പദ്ധതി വിശദീകരണം നടത്തി. സ്നേഹ തണ്ണീർക്കുടം ബ്രോഷർ പ്രധാനാധ്യാപകന് കൈമാറി. അധ്യാപകരായ ഫെമി വർഗീസ്, റഹ്മത്ത് VA, ജിൻസി P ജോസ്, നിസ വർഗീസ്, നിവേദിക KC തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. കുന്നംകുളം ചെറുവത്താണി ആക്കലക്കുന്ന് തെക്കേപ്പുറത്ത് വീട്ടിൽ ദേവയാനി നിര്യാതയായി. 69 വയസ്സായിരുന്നു. പരേതനായ വാദ്യകലാകാരൻ TK കുഞ്ഞുമോൻ ഭർത്താവാണ്. അരുൺ മകനാണ്. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടക്കും. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.